വെൽക്കം ടു മണി ബ്ലോഗ്സ്. ഇന്നൊരു പുതിയ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് സോയാബീൻ വെച്ച് എങ്ങനെ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്നുണ്ട്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സോയാബീൻ എടുത്തിട്ട് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇത് നമ്മൾ ഉരുളൻകിഴങ്ങ് പുഴുങ്ങി മാറ്റി വെച്ചിരിക്കുന്നു. ഇത് സ്വല്പം ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2-3 പച്ചമുളക്, കുറച്ച് സവാള, പിന്നെ നമ്മൾ ബ്രെഡ് പൊടിച്ചത്, മുട്ട ബീറ്റ് ചെയ്ത് വെച്ചത്, പിന്നെ മല്ലിപ്പൊടി, ഒരു സ്വല്പം മുളക് പൊടി, ഗരം മസാല. ഇത്ര ഐറ്റംസേ ഉള്ളൂ ഇതിന്. നമുക്കിനി അത് ഉണ്ടാക്കാം. മുളക് പൊടി അങ്ങോട്ടിടാം. ഒരു സ്വല്പം മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, ഗരം മസാല ഇട്ടു. അതിലേക്ക് നമുക്ക് സവാള ഇടാം. സവാള ഇട്ടു, സ്വല്പം പച്ചമുളക് ഇട്ടു, നമുക്ക് ഇച്ചിരി ഇഞ്ചി ഇടാം. ഇഞ്ചി ഇട്ട ശേഷം നമ്മൾ ആ സോയാബീന് ഇട്ടു, നമ്മുടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ടു. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വേണമെങ്കിൽ ഇച്ചിരി മല്ലിയില ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് മല്ലിയില ഇടാൻ. ഒരു സ്വല്പം മല്ലിയില ഇട്ട അടിപൊളി ടേസ്റ്റായിരുന്നു. ശകല ഉപ്പൂടെ ചേർക്കണം. എന്നിട്ട് വൃത്തിയായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. ഒരു സ്വല്പം ബ്രെഡ് പൊടിയും കൂടെ നമുക്കിതിനകത്ത് ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടെ നമുക്ക് നല്ലതായിട്ട് കൈവച്ച് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി കുഴച്ച് വെച്ചിരിക്കുന്ന ഈ മാവ് നമ്മൾ കുറച്ച് ചെറിയ ഉരുളകളാക്കി നമുക്കൊന്ന് എടുക്കാം. ചെറിയ ഉരുളയാക്കി എടുത്തിട്ട് നമ്മുടെ കയ്യിലോട്ട് വെച്ച് ഇങ്ങനെ ഒന്നാക്കാം. ശേഷം മുട്ടയ്ക്കകത്തോട്ടൊന്ന് മുക്കാം. മുക്കിയ ശേഷം നമ്മൾ ബ്രെഡ് പൊടിക്കകത്തിട്ട് റെഡിയാക്കാം. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്കുണ്ടാക്കാം. ബാക്കിയുള്ളതെല്ലാം കൂടി ഇതുപോലെ ആക്കി മാറ്റി വയ്ക്കാം. പാൻ ചൂടായ ശേഷം നമുക്ക് കുറച്ച് ഇത് മൊരിച്ചെടുക്കാൻ വേണ്ടുന്ന എണ്ണ ഒഴിക്കാം. ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് പതുക്കെ എണ്ണകത്തോട്ട് ഇടാം. ഇനി ഞാനിപ്പം തീ കുറച്ച് ഒന്ന് വയ്ക്കാം. അതിൻ്റെ അതൊന്ന് വേകാൻ വേണ്ടി തീ കുറച്ച് വയ്ക്കാം. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. പതുക്കെ അത് ഉടഞ്ഞു പോകാതെ വേണം നിങ്ങളത് ഇളക്കിയിട്ട് കൊടുക്കാൻ. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും കൂടെ അതുപോലെ തന്നെ നല്ലതായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കോരിയെടുക്കാം. കോരിയെടുത്ത് ഒരു പാത്രത്തിലോട്ടാക്കാം. സൂപ്പർ കട്ട്ലേറ്റ് മുഴുവനും ഉണ്ടാക്കി കഴിഞ്ഞു. അതിൻ്റെ കൂടെ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ചെറിയ ടൊമാറ്റോ സോസും അത് കൂട്ടി നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അടിപൊളിയാണോ നോക്കാം. നിങ്ങൾ ട്രൈ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.